നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫംഗ്ഷൻസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫംഗ്ഷൻസും ലോജിക്കൽ ഫംഗ്ഷൻസും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ഫംഗ്ഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ടെക്സ്റ്റ് വാല്യൂസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ക്യാർ ഫംഗ്ഷൻ. ക്യാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്യാരക്ടർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആസ്കി കോഡാണ്. ഇപ്പോൾ നമ്മുടെ കീബോർഡിൽ ABCD എന്ന് പറയുന്ന ഓരോ ക്യാരക്ടറും ആ ക്യാരക്ടറിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ആസ്കി വാല്യൂ കാണും. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. ഇത് ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആസ്കി വാല്യൂ, അതായത് ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ നമ്മുടെ കീബോർഡിൽ ഓരോ വാല്യൂസിനും ഓരോ ക്യാരക്ടർ കീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആസ്കി വാല്യൂ കാണും. അപ്പം നമ്മൾ ക്യാർ ഫംഗ്ഷൻ കൊടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആസ്കി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഈക്വൽ ക്യാർ, അപ്പം നമുക്കറിയാമല്ലോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. ഈക്വൽ ക്യാർ ഓഫ്, ഞാനിപ്പോൾ 64 കൊടുക്കുകയാണ്. 64 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്ന് റിട്ടേൺ ചെയ്യും. അപ്പം നോക്കി, ഏതാണ് 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ ഏതാണ്? @ ആണ്. ഇനി ഈക്വൽ ക്യാർ ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ 67 കൊടുത്തു നോക്കാം. 67 ഏതാണ് വരുന്നത്? C ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏത് ക്യാരക്ടർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യാനാണ് ക്യാർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കോൺകാറ്റിനേറ്റ് ആണ്. കോൺകാറ്റിനേറ്റ് നമ്മൾ പറഞ്ഞു, ഓപ്പറേറ്റർ പഠിച്ചപ്പം പറഞ്ഞു. കോൺകാറ്റിനേറ്റ് ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്? ആംപസൈൻ യൂസ് ചെയ്തിട്ടാണ് കോൺകാറ്റിനേറ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കൊടുത്തത്? ഈക്വൽ കൊടുക്കുക, അതിനുശേഷം കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ട വാല്യൂസ് കൊടുക്കുക. ഇപ്പം നമ്പർ ആണെങ്കിൽ ഡബിൾ കോഡ്സ് വേണ്ട, ക്യാരക്ടർ ആണെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കുക. ഇപ്പം നമ്മൾ ഡബിൾ കോഡ്സിൽ ഞാനിപ്പോൾ ഒരു വാല്യൂ കൊടുത്തു, അതിനുശേഷം കോമ ഇടുക, അടുത്ത വാല്യൂ കൊടുത്തു, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. ഇവിടെ കൊടുത്തില്ല, നമ്മൾ ആംപസൈൻ സൈൻ കൊടുത്തില്ല, അതാണ് എറർ കാണിച്ചത്. ഇവിടെ കോമയല്ല കൊടുക്കേണ്ടത്, ഇവിടെ എന്ത് കൊടുക്കണം? ആംപസൈൻഡ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും. അപ്പം ഇതിന് പകരം യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈക്വൽ കോൺകാറ്റിനേറ്റ്. ഫംഗ്ഷൻ്റെ പേരെന്താണ്? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഏതാണ് ഫംഗ്ഷൻ്റെ പേര്? കോൺകാറ്റിനേറ്റ്. കോൺകാറ്റിനേറ്റ് കൊടുക്കുക, അതിനുശേഷം ടെക്സ്റ്റ്, നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റുകൾ കോമയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് കൊടുക്കുക, ഡബിൾ കോഡ്സിൽ ആദ്യത്തെ ടെക്സ്റ്റ് കൊടുത്തു, കോമ ഇടുക, അതിനുശേഷം ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക? അടുത്ത ടെക്സ്റ്റ് കൊടുക്കുക, അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അത് കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും. ഇപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കോമ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒറ്റയായിട്ട് വരണ്ട, ഇടയ്ക്ക് കോമ വേണമെങ്കിൽ നമുക്ക് കോമ യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഈക്വൽ കോൺകാറ്റിനേറ്റ്, ഇവിടെ വന്നിട്ടുണ്ട് കോൺകാറ്റിനേറ്റ്. ഇപ്പോൾ എന്താ ആദ്യത്തെ വാല്യൂ കൊടുക്കുക, ഞാനിപ്പോൾ ഇന്ത്യ എന്ന് കൊടുത്തു, അതിനുശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു. ഇനി അടുത്ത ഡബിൾ കോഡ്സിൽ നമുക്ക് കോമ ഇട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യുക? കോമ അടുത്ത ഡബിൾ കോഡ്സിൽ കൊടുക്കുക, അതിനുശേഷം വീണ്ടും കോമ കൊടുത്തിട്ട് ഡബിൾ കോഡ്സിൽ നമ്മൾ അടുത്ത കൊടുക്കുക. അപ്പോൾ ഞാൻ കേരള എന്ന് കൊടുത്തു, അതിനുശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം എങ്ങനെ വരും നമ്മുടെ വാല്യൂ? ഇന്ത്യ കോമ കേരള. ഇങ്ങനെ നമുക്ക് കൊടുക്കുക. അപ്പം ഇതാണ് കോൺകാറ്റിനേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത്, കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ലെങ്ത് കണ്ടുപിടിക്കുക, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ LE എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, എത്ര നമ്പർ ഓഫ് ക്യാരക്ടർ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനാണ് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ LEN ആണ്. LEN കൊടുക്കുക, അതിനുശേഷം ഏതിൻ്റെയാണോ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക.
അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 9. ഈ ഒരു എത്ര ക്യാരക്ടർ ഉണ്ട്? 2, 4, 6, 8, 9. അപ്പം ലെങ്ത് കണ്ടുപിടിക്കുക. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫങ്ഷൻസ്. ഇനിയും ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോജിക്കൽ ഫങ്ഷൻസ് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, ഇഫ് ഉണ്ട്, നോട്ട് ഉണ്ട്. ഇത്രയുമാണ് മെയിനായിട്ട് വരുന്ന ലോജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എക്സ്പ്രഷൻ, ആൻഡിനകത്ത് 2 എക്സ്പ്രഷൻ കൊടുക്കും. അപ്പോൾ ആ 2 എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിൻ്റെ വാല്യൂ ട്രൂ ആവൂ. ഇപ്പോൾ ഓപ്പറേറ്റർ പഠിച്ചപ്പോൾ നമ്മൾ ലോജിക്കൽ പറഞ്ഞു, ഏതാണ്? ഇക്വാളിറ്റി, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ലോജിക്കൽ ഫങ്ഷൻസിൻ്റെയും റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓർ ഉണ്ട്, ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ നോട്ട് ഉണ്ട്. ഇത്രയുമാണ് മെയിനായിട്ടുമുള്ള ലോജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ഇതിന് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡിനകത്ത് എന്ത് കൊടുക്കും? കണ്ടീഷൻ കൊടുക്കും. ഇപ്പം നോക്കിയേ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഈക്വൽ ആൻഡ് ഫങ്ഷൻ കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്കൽ എക്സ്പ്രഷനാണ്. ലോജിക്കൽ 1, ലോജിക്കൽ 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുക. 67 ഗ്രേറ്റർ ദാൻ 90 ഒരു എക്സ്പ്രഷൻ കൊടുത്തു. കോമ ഇട്ടതിന് ശേഷം അടുത്ത എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. 5 ലെസ് ദാൻ 3 എന്ന് കൊടുത്തു. അപ്പം നമ്മളിപ്പോൾ 2 എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫംഗ്ഷൻ നെയിം കൊടുത്തു, അതിനുശേഷം ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോമയിട്ട് അടുത്ത എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്ര എക്സ്പ്രഷൻ വേണമെങ്കിലും നമുക്ക് കോമയിട്ട് കൊടുക്കാം. ഇതിൽ ചെക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് എല്ലാം ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടൂ. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫാൾസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 67 ഗ്രേറ്റർ ദാൻ 90 ഇതെന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ഇത് ട്രൂ ആണ് അല്ലേ? അല്ല, സോറി, ഫോൾസ് ആണ്. 90 ആണ് ലാർജർ, 67 എന്താണ്? ചെറുതാണ്. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് 67 90യെക്കാട്ടിലും വലുതെന്നാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ തെറ്റാണ്. ഇനി 5 ലെസ് ദാൻ 3 3യെക്കാട്ടിലും ചെറുതാണ് 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ എക്സ്പ്രഷനും തെറ്റാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 എക്സ്പ്രഷനും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും? ഫോൾസ് എന്ന് കിട്ടും. ഫോൾസ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഫോൾസ് ആണ് നമ്മുടെ റിസൾട്ട്. ഇനിയിപ്പോൾ അടുത്തൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഈക്വൽ ആൻഡ് ഓഫ് 67 ഗ്രേറ്റർ ദാൻ 5 കൊടുത്തു. അതുപോലെ തന്നെ 56 ഗ്രേറ്റർ ദാൻ 34 2 എക്സ്പ്രഷൻ ഞാൻ കൊടുത്തു. നോക്കിയേ, ഇവിടെ നോക്കിയേ, 67 ഗ്രേറ്റർ ദാൻ 5 5നെക്കാട്ടിലും വലുതാണല്ലോ 67. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. ഇനി അടുത്തത് 56 ഗ്രേറ്റർ ദാൻ 34 34നെക്കാട്ടിലും വലുതാണല്ലോ 56. ഈ ഒരു എക്സ്പ്രഷനും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ 2 എക്സ്പ്രഷനും ട്രൂ ആണ്. ഇതിലുള്ള എക്സ്പ്രഷൻ എല്ലാം ട്രൂ ആയാൽ മാത്രമേ റിസൾട്ട് നമുക്ക് ട്രൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് രണ്ടും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് വരും? ട്രൂ എന്ന് വരും. ഇനി നമ്മളിവിടെ 2 ഫോൾസ് ആണ് കൊടുത്തത്, ഫോൾസ് വന്നു. ഇവിടെ 2 ട്രൂ കൊടുത്തപ്പോൾ ട്രൂ വന്നു. ഇനി ഒരെണ്ണം നമുക്ക് ട്രൂ കൊടുത്തു നോക്കാം. ഈക്വൽ ആൻഡ് ഓഫ് 67 ഗ്രേറ്റർ ദാൻ 34 കോമ 56 ഗ്രേറ്റർ ദാൻ 90 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 67 ഗ്രേറ്റർ ദാൻ 34 ഇതെന്താണ്? ട്രൂ ആണ്. രണ്ടാമത്തെ എക്സ്പ്രഷൻ 56 ഗ്രേറ്റർ ദാൻ 90 അല്ലല്ലോ, ഇത് ട്രൂ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, എത്ര എക്സ്പ്രഷൻ കൊടുക്കുന്നു എല്ലാം ട്രൂ ആണെങ്കിൽ ആൻഡിൽ ട്രൂ വാല്യൂ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും റിസൾട്ട് വരുന്നത്? ഫോൾസ് ആയിരിക്കും റിസൾട്ട് വരുന്നത്. കണ്ടോ? അപ്പം ഇതാണ് ആൻഡ് ഓപ്പറേഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓർ വരുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ റിസൾട്ട് കിട്ടും. എല്ലാം ഫോൾസ് ആയാൽ മാത്രമേ ഫോൾസ് കിട്ടത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈക്വൽ, ഇപ്പം ഓർ നമ്മൾ ചെയ്യുകയാണ്. ഈക്വൽ ഓർ ഫങ്ഷൻ, അതിനകത്ത് 67 ഗ്രേറ്റർ ദാൻ 90, 45 ഗ്രേറ്റർ ദാൻ 88. അപ്പോൾ ഇത് നോക്കിയേ, ഇതിനകത്ത് എന്താണ് 67 ഗ്രേറ്റർ ദാൻ 90, 90യെക്കാട്ടിലും വലുതാണ് 67 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്താണ്? തെറ്റാണ്. അതുപോലെ തന്നെ 45 ഗ്രേറ്റർ ദാൻ 88, 88നെയും വലുതാണ് 45 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും തെറ്റാണ്. നമ്മൾ പറഞ്ഞു ഓറിൽ രണ്ടും ഫോൾസ് ആവുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എത്ര എക്സ്പ്രഷൻ കൊടുക്കുന്നോ അത്രയും എക്സ്പ്രഷനും ഫോൾസ് ആയാൽ മാത്രമേ ഫോൾസ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് എക്സ്പ്രഷനുണ്ട്, രണ്ടും ഫോൾസ് ആണ്. അപ്പോൾ എന്ത് റിസൾട്ടാണ് വരേണ്ടേ? ഫോൾസ് എന്നാണ് റിസൾട്ട് വരേണ്ടത്. ഈ ട്രൂ കൊടുത്തു നോക്കാം. ഈക്വൽ ഓർ ഓഫ് 5 ഗ്രേറ്റർ ദാൻ 89, 6 ഗ്രേറ്റർ ദാൻ 78. ഇപ്പം നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? സോറി, ലെസ് ദാൻ ആണ് കൊടുക്കേണ്ടത്. ലെസ് ദാൻ കൊടുക്കുക. 5 ലെസ് ദാൻ ഏതാണ് കൊടുത്തേക്കുന്നത്? 80. അതുപോലെ തന്നെ 5 ലെസ് ദാൻ 89. ഓക്കെ, 5 ലെസ് ദാൻ 89, 6 ലെസ് ദാൻ 78. 89നെക്കാട്ടിലും ലെസ് ആണ് ഏത്? 5. ട്രൂ ആണ്. 78നെക്കാട്ടിലും ലെസ് ആണ് 6. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? ട്രൂ എന്ന റിസൾട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, ട്രൂ ആണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ കൊടുത്തു നോക്കാം. ഈക്വൽ ഓർ 6 ലെസ് ദാൻ 90, 67 ഗ്രേറ്റർ ദാൻ 90. നമ്മൾ ഏതൊക്കെ കൊടുത്തു? 6 ലെസ് ദാൻ 90. ആദ്യത്തെ എക്സ്പ്രഷൻ ട്രൂ ആണല്ലോ. ഇത് ട്രൂ ആണ്, കറക്റ്റ് ആണ്, 90യെക്കാട്ടിലും ചെറുതാണ്. അടുത്ത 67 ഗ്രേറ്റർ ദാൻ 90, 90യെക്കാട്ടിലും വലുതാണോ 67? അല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഇത് കറക്റ്റ് ആണ്. ഓറിൽ നമ്മൾ എന്താ പഠിച്ചത്? ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് ട്രൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നത്? ട്രൂ എന്നായിരിക്കും വരുന്നത്. അപ്പം ആൻഡും ഓറും നമ്മൾ പറഞ്ഞു. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. എത്ര എക്സ്പ്രഷൻ ഉണ്ടോ ആ എക്സ്പ്രഷൻ എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ കിട്ടൂ. ഓർ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പ്രഷൻ ഉണ്ടോ ആ എക്സ്പ്രഷൻ എല്ലാം ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫാൾസ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഇഫ് ആണ്. ഇഫിനകത്ത് നമ്മൾ ആദ്യമേ ഇഫ് ഫംഗ്ഷൻ ഈക്വൽ ഇഫിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ആദ്യമേ ഒരു എക്സ്പ്രഷൻ കൊടുക്കും. അതായത് ഇപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 9 ഒരു എക്സ്പ്രഷൻ കൊടുത്തു. അതിനുശേഷം ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ കൊടുക്കും. അതിനുശേഷം ഫാൾസ് ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ കൊടുക്കും. നോക്കി ഇവിടെ കണ്ടോ, ഇഫ് ലോജിക്കൽ ടെസ്റ്റ് കൊടുക്കുക. വാല്യൂ ഇഫ് ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. വാല്യൂ ഇഫ് ഫോൾസ് ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. ഇപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 9 ഞാനൊരു എക്സ്പ്രഷൻ കൊടുത്തു. അതിനുശേഷം ഡബിൾ കോട്ട്സിൽ യെസ് എന്ന് കൊടുത്തു. അത് ട്രൂ ആണെങ്കിൽ യെസ് എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്യണം, ഇത് ഫോൾസ് ആണെങ്കിൽ നോ എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ തന്നെ നോക്കിയേ, ഇവിടെ എന്താണ്? 5 ഗ്രേറ്റർ ദാൻ 9. ഇത് ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ ഒരു എക്സ്പ്രഷൻ ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ? 9 ആണ് വലുത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 5 ആണ് വലുതെന്ന് 9നെക്കാട്ടിലും. അപ്പോൾ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യം കൊടുത്ത വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളിടത്ത് നമ്മൾ കൊടുത്ത യെസ് പ്രിൻ്റ് ചെയ്യും. ഈ ഒരു എക്സ്പ്രഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നോ എന്ന് പ്രിൻ്റ് ചെയ്യും. നമുക്കറിയാം ഈ എക്സ്പ്രഷൻ എന്താണ്? തെറ്റാണ്. അപ്പം നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടേണ്ടത് നോക്കാം. എന്താണ്? നോ എന്നാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഇനി ട്രൂ ആയിരുന്നു എങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ? യെസ് എന്ന് കിട്ടിയേനെ. ട്രൂവിൻ്റെ ഒരെണ്ണം കൂടെ നോക്കാം. ഇഫ് 67 ഗ്രേറ്റർ ദാൻ 5,
ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം നമുക്ക്? ട്രൂ എന്ന്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണം? ഫാൾസ് എന്ന് പ്രിൻറ്റ് ചെയ്യാനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് എന്ത് ചെയ്യും? 67 ഗ്രേറ്റർ ദാൻ 5 ഈ എക്സ്പ്രഷൻ ട്രൂ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും? ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. വരുമോ എന്ന് നോക്കാം. നോക്കിയേ, ട്രൂ എന്ന വാല്യൂ ആണ് വന്നേക്കുന്നത്. ഇതാണ് ഇഫ് ഫംഗ്ഷൻ. അപ്പോൾ ഇഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇഫിനകത്ത് എന്ത് കൊടുക്കും? ആദ്യം എക്സ്പ്രഷൻ കൊടുക്കും, അതിനുശേഷം ട്രൂ വാല്യൂ കൊടുക്കും, അതിനുശേഷം ഫോൾസ് വാല്യൂ. അതായത് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കും, അതിനുശേഷം എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് നോട്ട് ഫംഗ്ഷൻ ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണോ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു റിസൾട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് വരും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ വാല്യൂ വരും. ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈക്വൽ, ഞാനിവിടെ നോട്ട് കൊടുക്കുക, ഈക്വൽ നോട്ട്. നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ലോജിക്കൽ കണ്ടീഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ ഉണ്ട്, ഏതാണ്? 9 ആണ്. അപ്പം ഞാൻ ഇവിടെ D3 ആ സെൽ റെഫറൻസ് കൊടുത്തു. അതിനുശേഷം ഞാൻ കൊടുക്കുകയാണ് ഈക്വൽ 9. എന്താണ്? D3 ഈക്വൽ 9. ഇത് കറക്റ്റ് ആണോ? D3 ഈക്വൽ 9. D3 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ 9ന് ഈക്വൽ ആണോ? ഈക്വൽ ആണല്ലോ, ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടേണ്ടത്? ട്രൂ. നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. എന്താണ്? ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഫോൾസ് എന്ന് കിട്ടും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിസൾട്ട് ട്രൂ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് വരേണ്ടത്? ഫോൾസ് എന്ന റിസൾട്ടാണ് വരേണ്ടത്. ഇനിയിപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രൂ കിട്ടും. ഈക്വൽ നോട്ട് D3 നോട്ട് ഈക്വൽ 9. നമ്മൾ എന്താണ് കൊടുത്തത്? 9 ഈക്വൽ അല്ല എന്ന് കൊടുത്തു. അപ്പം ഇത് 9 ഈക്വൽ ആണല്ലോ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? D3 നോട്ട് ഈക്വൽ 9 എന്നാണ്. അപ്പം ഇതെന്താണ്? ഈ കണ്ടീഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ അതിൻ്റെ നോട്ട് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ട്രൂ റിസൾട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ്. ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോട്ടുണ്ട്, ആൻഡ് ഉണ്ട്, ഇഫ് ഉണ്ട്, ഓർ ഉണ്ട്. അപ്പം ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക്